ജലാശയങ്ങളെ വൃത്തിയായി സൂക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി വൈക്കത്ത് ഗവൺമെന്റ് ആശുപത്രി അറ്റൻഡേഴ്സിന്റെ കൂട്ടായ്മയായ ചങ്ങാതിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ കായലിലെയും പുഴയിലെയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കി ശുചീകരിച്ചു. വൈക്കം കായലിന്റെ ബോട്ട് ജെട്ടി പരിസരവും മൂവാറ്റുപുഴയാറിന്റെ ഉദയനാപുരം, മറവൻതുരുത്ത്, ചെമ്പ്, തലയോലപ്പറമ്പ് പഞ്ചായത്ത് പരിധിയിലുള്ള ഇരുവശങ്ങളിലും അടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് കുപ്പികളും മാലിന്യങ്ങളും നീക്കം ചെയ്തു. രാവിലെ ബോട്ട് ജെട്ടിയിൽ നിന്നും ആരംഭിച്ച സേവന പ്രവർത്തനം മാലിന്യമുക്ത നവകേരളം ജില്ലാ കോഓർഡിനേറ്റർ TP ശ്രീശങ്കർ ഫ്ലാഗ് ഓഫ് ചെയ്തു. ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്ന ഈ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സംഘടനയാണ്. ആ സംഘടന ചെയ്യുന്ന വലിയൊരു പ്രവർത്തനമാണ് ഈ പുഴയിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ഈ പ്ലാസ്റ്റിക് നീക്കുക എന്നുള്ളത്. ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരായതുകൊണ്ടായിരിക്കാം ഇതിൻ്റെ ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ച് നല്ല കൃത്യമായ ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് വലിയൊരു, ശരിക്കും പറഞ്ഞാൽ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഒരു മെഡിക്കൽ എമർജൻസിയാണ്, ആരോഗ്യ പ്രശ്നമാണ് ഇത് പ്രധാനമായിട്ടും. P. സോമൻപിള്ള, K. രാജു, ഉഷ, M. സത്യൻ, രാജീവ് VK, KP മധുസൂദനൻ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. സുഗമമായി ഒഴുകിക്കൊണ്ടിരുന്ന പുഴയെ മാലിന്യമുക്തമാക്കി പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് പ്രവർത്തകർ പ്ലക്കാർഡുകളും ഏന്തി ഒരു ദിനം നീണ്ടുനിന്ന ശുചീകരണ പ്രവർത്തനം നടത്തിയത്. എൻലൈറ്റ് ന്യൂസ്, വൈക്കം.